കൊല്ലം ചിറക്കരയിൽ അടച്ചുറപ്പുള്ള വീടിനായി കാത്തിരിക്കുകയാണ് മാതാവും മകളും. കാലപ്പഴക്കത്തെ തുടർന്ന് ഇവരുടെ വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം തകർന്നു വീണു. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുഷ്പവതിയും മകൾ രജിതയും. ചിറക്കര ഉളിയനോട് അപ്പുപ്പൻകാവിന് സമീപം രാധാവിലാസത്തിൽ പുഷ്പവതി അമ്മയുടെ വീടിന്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. അർബുദ രോഗിയും ഭിന്നശേഷിക്കാരിയുമായ പുഷ്പവതിയും മകൾ രജിതയുമാണ് വീട്ടിലുള്ളത്. മകൾ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് വീട് കഴിയുന്നത്. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഭിത്തികൾ ഉൾപ്പെടെ തകർന്ന അവസ്ഥയിലാണ്. ചിറക്കര ഗ്രാമപഞ്ചായത്ത് കണ്ണേറ്റ വാർഡിലാണ് പുഷ്പവതി അമ്മയുടെ വീട്. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ തുക ലഭിച്ചില്ല. തുടർന്ന് ഫണ്ട് എത്തിയാലും തങ്ങൾക്ക് കിട്ടുമോ എന്ന സംശയത്തിലാണ് ഇവർ. അമ്മ വരിക്കത്തിരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മോള് തലമുടി നേരെ ഇഴയ്ക്കുക രക്ഷപ്പെട്ടത്. വെളിയിൽ നിന്ന് നേരെ വിളിച്ച് കേട്ടോണ്ട് ഇതിലേ കൂടെ ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു. ഒരു സൗണ്ട് കേട്ട ആൾക്കാരെല്ലാം ഓടിക്കൂടി. എന്നിട്ട് എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ പൊടിവെള്ളം മാത്രം. പഞ്ചായത്തിൽ നിന്ന് ഒരു വീടുണ്ടെന്ന് പറയും. ഫണ്ടിൽ പണമില്ലെന്ന് പറയും. അവർക്ക് സന്മനസ്സുള്ളവരൊക്കെ ഒരു കുഞ്ഞൊരു വീട് വെച്ച് തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വീട് കണ്ടിട്ട് മനസ്സരിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് തരണം. എന്നുവെച്ചാൽ ഞാനൊരു കുഞ്ഞും മാത്രമേ രാത്രിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് മക്കളെ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഓടുപാകിയ മേൽക്കൂര നിലം പതിച്ചത്. വീടിന് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് പുറത്തേക്കിറങ്ങിയ മകൾ രജിത കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ചിറക്കര വില്ലേജ് അധികൃതർ തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാടക വീട്ടിലേക്ക് മാറുവാൻ പഞ്ചായത്ത് അംഗം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ RCCയിൽ കീമോതെറാപ്പി ചികിത്സയിലാണെന്നും ഇതിനിടയിൽ എങ്ങനെ വാടക വീട്ടിലേക്ക് മാറുമെന്ന ചോദ്യമാണ് പുഷ്പവതിയമ്മയ്ക്ക് ഉള്ളത്. അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിക്കാൻ അധികൃതർ കനിയുമെന്നാണ് ഇവരുടെ ആകെയുള്ള പ്രതീക്ഷ. 24 കൊല്ലം.